കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം വഹിച്ച പങ്ക് അളവറ്റതാണ്. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കാനായിരുന്നു ഗുരുവിന്റെ സന്ദേശം. എന്നാൽ ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘടനയായ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് ഉയരുന്ന ചില രാഷ്ട്രീയ പ്രസ്താവനകൾ ഗുരുവിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. മുസ്ലിം ലീഗിനെതിരായ വിമർശനങ്ങൾ പുതിയ കാര്യമല്ല എങ്കിലും സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളും SNDP മുഖപത്രത്തിലെ എഡിറ്റോറിയലും കേരളത്തിലെ മതസൗഹാർദ്ദ ചർച്ചകളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നത് ജനാധിപത്യ അവകാശമാണ്. എന്നാൽ ആ വിമർശനം ഒരു സമുദായത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഭയങ്ങളും വളർത്തുന്ന രീതിയിലേക്ക് നീങ്ങുമ്പോൾ അത് സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ വിഷയമായി മാറും. മുസ്ലിം ലീഗിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളുടെ കേന്ദ്രത്തിൽ രാഷ്ട്രീയ പ്രാതിനിധ്യവും അധികാര പങ്കിടലുമാണ്. പിന്നാക്കം സമുദായങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നും മതാധിഷ്ഠിത രാഷ്ട്രീയ ശക്തികൾ അധികം സ്വാധീനം നേടുകയാണ് എന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ പ്രശ്നമുയർന്നത് ഈ വിമർശനങ്ങൾ പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കാൾ വലിയൊരു സമുദായത്തെ ലക്ഷ്യമിടുന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ്.